പത്തനംതിട്ട ചുട്ടിപ്പാറ നഴ്സിംഗ് കോളേജിലെ അവസാന വർഷ വിദ്യാർത്ഥിനി അമ്മു ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീണു മരിച്ച സംഭവത്തിൽ മാതാപിതാക്കളും സഹോദരനും ചില സംശയങ്ങൾ ഉന്നയിച്ചിരുന്നു. ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് വീണ് ഗുരുതര പരിക്കേറ്റ അമ്മുവിനെ ആദ്യം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്കാണ് എത്തിച്ചത്. ഈ സമയം പത്തനംതിട്ട പ്രമാടം സ്വദേശി സരിൻ കാഷ്വാലിറ്റിയിലുണ്ടായിരുന്നു. സഹോദരന്റെ ചികിത്സാർത്ഥമാണ് സരിൻ കാഷ്വാലിറ്റിയിൽ എത്തിയത്. ആദ്യം കാഷ്വാലിറ്റിയിലെ ഡോക്ടർ അമ്മുവിനെ പരിശോധിച്ചു. പിന്നീട് സ്ട്രെച്ചറിൽ മറ്റൊരു മുറിയിലേക്ക് അമ്മുവിനെ കൊണ്ടുപോയതായി സരിൻ പറയുന്നു. ഈ 6 മണിക്ക് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടിയെ അമ്മു എന്ന് പറയുന്നത് ഇപ്പോൾ ഈ മരിച്ചേക്കുന്ന തിരുവനന്തപുരത്തുള്ള കുട്ടിയെ കൊണ്ട് അവിടെ ഹോസ്പിറ്റലിൽ അവർ എല്ലാവരും കുട്ടികളും എല്ലാം കൂടെ മാനേജ്മെൻറ്റും എല്ലാം കൂടെ ചേർന്നാണ് കൊണ്ടുവരുന്നത്. ഈ കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവർ അവിടെ കാഷ്വാലിറ്റി ഇരുന്ന ഡോക്ടറെ കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇവർ സ്കാൻ ചെയ്യുന്നിടത്തേക്ക് സ്ട്രെച്ചറിൽ ഈ കുട്ടിയെ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഈ കുട്ടിയെ വീണ്ടും തിരിച്ച് കാഷ്വാലിറ്റി കൊണ്ടുവന്ന് 45 മിനിറ്റിന് ശേഷം അമ്മുവിനെ വീണ്ടും കാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുവന്നു. മറ്റൊരു ഡോക്ടർ അമ്മുവിനെ പരിശോധിച്ചു. ഇതിനിടെ പത്തനംതിട്ട ഡിവൈഎസ്പി അമ്മുവിനോട് സംസാരിച്ചു. എന്തു പറ്റിയതാണെന്ന് ഡിവൈഎസ്പി ചോദിച്ചു. എനിക്കൊന്നും അറിയില്ല എന്ന് അമ്മു 2 വട്ടം ഡിവൈഎസ്പിയോട് പറഞ്ഞു. ഈ കുട്ടി മോളെ എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഈ കുട്ടി പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കൊന്നും അറിയില്ല എന്ന്. പിന്നെ അതിൻ്റെ തുടർച്ചയായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഇടവിട്ട സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല എസ് ഐമാരും, എനിക്ക് പേരറിയില്ല, പക്ഷേ പോലീസുകാരിലെ എസ് ഐമാരും ഇവരെല്ലാവരും വന്നു കഴിഞ്ഞിട്ട് 5-6 പേരോളം വന്നു കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഇടവിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്ന് ഈ കുട്ടിയുടെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട്. അമ്മുവിന്റെ ഇടതു കാലിന് നല്ല പരിക്ക് പറ്റിയിട്ടുണ്ടെന്ന് തനിക്ക് തോന്നി. വേദനിക്കുന്നേയെന്ന് അമ്മു ഇടയ്ക്കിടെ പറയുന്നുണ്ടായിരുന്നു. നമ്മൾ കാണുമ്പോൾ എന്ന് പറയുമ്പോൾ ഈ ഇടത്ത് സൈഡിലെ കാലിനൊരു ഇത് മാതിരിയായിട്ടാണ് നമുക്ക് തോന്നുന്നത്. പിന്നെ ഈ കുട്ടി പറയുന്ന ഇത് മാത്രമേ ഉള്ളൂ, എനിക്ക് വേനിക്കണേ എന്ന് മാത്രമേ ഇതായിട്ട് പറയുന്നുള്ളൂ. അമ്മുവിന് എന്താണ് സംഭവിച്ചതെന്ന് കൂടെയുള്ള വിദ്യാർത്ഥികളോട് താൻ ചോദിച്ചു. പല വിദ്യാർത്ഥികളും പല രീതിയിലാണ് മറുപടി നൽകിയത്. ഇവരെ കൂടെ നിൽക്കുന്ന കുട്ടികളുടെ അടുത്ത് നമ്മൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇവർ ഒരാൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടി വീണ് കിടക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുള്ളൂ. അപ്പം ഞാൻ ചോദിക്കുന്നുണ്ട്, മോളെ ആരെങ്കിലും തെള്ളി ഇട്ടതാണോ എന്നൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ പല കുട്ടികളും പല രീതിയിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അമ്മുവിന് വേദന സഹിക്കാൻ പറ്റുന്നില്ലെന്ന് തനിക്ക് തോന്നി. ഒരു ഇഞ്ചക്ഷൻ അമ്മുവിന് നൽകുന്നത് താൻ കണ്ടു. വേദനയ്ക്കുള്ള ട്രിപ്പും ഇഞ്ചക്ഷനും ഒക്കെ അവർ കൊടുക്കുന്നതെല്ലാം ഉണ്ട്, ഹോസ്പിറ്റലുകാർ നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അമ്മുവിന്റെ കൂടെ വന്ന ഒരു മാഡത്തോട് താൻ സഹിക്കെട്ട് ഈ കുട്ടിക്ക് മതിയായ ചികിത്സ നൽകാമെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞോ എന്ന് ചോദിച്ചു. കുട്ടിയുടെ മാതാപിതാക്കൾ വരാൻ കാത്തിരിക്കുകയാണ്. വന്നാൽ ഉടൻ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുമെന്നും കോട്ടയത്തേക്കാണ് റഫർ ചെയ്തിരിക്കുന്നതെന്നും ആ മാഡം മറുപടി നൽകി. സഹി ഇട്ടിട്ട് ഈ കൂട്ടത്തിലുള്ള ഒരു മാഡത്തിൻ്റെ അടുത്ത് നമ്മൾ ചോദിച്ചു, നിങ്ങൾ ഈ കുട്ടിയെ ഇവിടെ ട്രീറ്റ്മെൻറ്റ് അവർ തുടർച്ചയായിട്ട് ചെയ്യാൻ വല്ലതും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല, ഇത് ഇവിടെ പറ്റത്തില്ല. ഞാൻ ചോദിച്ചു, അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ എന്തിന് ഈ കുട്ടി ഇത്രയും സമയം ഇങ്ങനെ ഇട്ട് ഈ വേദന ഇങ്ങനെ കൊള്ളിക്കുന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത മെഡിക്കൽ കോളേജിലേക്കെന്ന് പറഞ്ഞാൽ റെഫർ ചെയ്ത് എത്രയും പെട്ടെന്ന് കൊണ്ടുപോകല്ലോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം ആ മേഡം എന്നോട് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോട്ടയത്തേക്ക് റെഫർ ചെയ്തിരിക്കുകയാണെന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ കേൾക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ കുട്ടിയുടെ വീട് തിരുവനന്തപുരത്താണ്, അച്ഛനുമായിട്ട് സംസാരിക്കാനായിട്ട് ഫോൺ ഇങ്ങനെ കൊടുക്കുകയോ അച്ഛനായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നതായിട്ടുണ്ട്. അപ്പം ഞാൻ ചോദിക്കുന്നുണ്ട്, അതിൻ്റെ വീട് തിരുവനന്തപുരത്താണെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എന്ന റെഫറി വാങ്ങിച്ചുകൊണ്ട് കൊണ്ടുപോകരുതോ, അതുങ്ങൾക്ക് എളുപ്പമല്ലേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ് ആ മേഡം പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ല, അത് അവരുടെ അച്ഛനും അമ്മയും വരുന്നുണ്ട്, വന്നതിന് ശേഷം മാത്രമേ അവർ കോട്ടയത്തേക്ക് കൊണ്ടുപോകുന്നുള്ളൂ എന്നാണ് എന്നോട് പറഞ്ഞത്. മാതാപിതാക്കൾ വരാൻ നോക്കിയിരിക്കാതെ എത്രയും പെട്ടെന്ന് അമ്മുവിനെ മറ്റൊരു ആശുപത്രിയിൽ എത്തിക്കാൻ ആരും ശ്രമിച്ചില്ല. ഇത്രയും കാര്യങ്ങൾ താൻ നേരിൽ കണ്ടതാണെന്നും സരിൻ പറഞ്ഞു. എത്രയും പെട്ടെന്ന് ഈ കുഞ്ഞിനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജിലേക്കെന്ന് പറഞ്ഞാൽ കോട്ടയമെങ്കിൽ കോട്ടയം, തിരുവനന്തപുരമെങ്കിൽ തിരുവനന്തപുരം, ആ കോട്ടയത്ത് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ആ അച്ഛനും അമ്മയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നേരെ തിരുവനന്തപുരത്ത് നിന്ന് കോട്ടയത്തേക്ക് വരത്തില്ലേ. അതുങ്ങൾ ഇവിടെ വരുന്നിടം വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നോക്കി ഇവിടെ ഇട്ടേക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു. അത് ചോദിച്ചതെന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു കുഞ്ഞിൻ്റെ അവസ്ഥ ഇത് കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയങ്ങൾ എടുക്കുന്നുണ്ട്, ഇവിടെ ട്രീറ്റ്മെൻറ്റ് നടക്കത്തില്ല. അപ്പോൾ അടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ട് എത്രയും പെട്ടെന്ന് ആ കുഞ്ഞിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് രക്ഷപ്പെടുത്താൻ നോക്കുകയല്ലേ വേണ്ടത്. ഞാനാണെങ്കിൽ അതേ ഞാനാന്നേരം ചെയ്യത്തുള്ളൂ. വൈകിട്ട് 6 മണിയോടെ പത്തനംതിട്ട ജനറൽ ആശുപത്രി കാഷ്വാലിറ്റിയിൽ എത്തിച്ച അമ്മുവിനെ രാത്രി 7:40 ആംബുലൻസിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയതെന്നും സരിൻ പറഞ്ഞു. റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.